ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. സരസ്വതി അമ്മയും ഋതികയും കൂടെ ക്ഷേത്രത്തിൽ വന്നിരിക്കുന്ന പത്മാവതിയെ കാണാനാണെന്ന് അംബിക മനസ്സിലാക്കിക്കൊണ്ട് അവർ കാണാതെ അവരെ പിന്തുടർന്നു വന്ന് അവിടെ മറഞ്ഞു നിൽക്കുവാണ്. ഋതികയും സരസ്വതി അമ്മയും ക്ഷേത്രത്തിൽ വന്ന് വഴിപാടിനുള്ള രസീതൊക്കെ വാങ്ങിച്ചിട്ട് അവരിങ്ങനെ തൊഴുതോണ്ട് നിൽക്കുമ്പോൾ ഋതിക പെട്ടെന്ന് കണ്ണു തുറന്നിങ്ങനെ സൈഡിലോട്ട് നോക്കുമ്പോൾ അംബിക അവിടെ മറഞ്ഞു നിൽക്കുന്നതാണ് ഋതിക കണ്ടത്. ഓഹോ, ഞാൻ അമ്മയെ കാണാൻ വരുന്നതാണെന്ന് മണത്തറിഞ്ഞുകൊണ്ട് പയ്യെ വന്നിരിക്കുവാണില്ലേ, ഇന്ന് ഞാൻ ശരിയാക്കി തരാം. കണ്ണടച്ച് ഋതിക പ്രാർത്ഥിക്കുക, എൻ്റെ ഭഗവാനെ എന്നോട് ക്ഷമിക്കണേ. അപ്പോൾ ഋതിക എന്തോ ഒരു പണി കൊടുക്കാൻ പോവാണെന്ന് മനസ്സിലായി. തൊഴുതോണ്ട് നിൽക്കുന്ന സരസ്വതി അമ്മയോട് ഋതിക പറയുന്നു, അമ്മമ്മ പ്രസാദമൊക്കെ വാങ്ങിക്കും, ഞാൻ ഇപ്പം വരാവേ. ഋതിക അംബികയെ കണ്ടെന്ന് മനസ്സിലാക്കി അംബിക അവിടെ നിന്ന് ഓടുവാണ്. അവിടെ ക്ഷേത്രത്തിലെ ഒരു റൂമിനകത്തോട്ട് കയറി കതവ് അടയ്ക്കുക. ഋതികയെ അങ്ങോട്ട് വന്നിട്ട് ഋതികയ്ക്ക് മനസ്സിലായി അംബിക അതിനകത്തുണ്ടെന്ന്. അംബിക ഇങ്ങനെ ആ റൂമിനകത്ത് നിന്നുകൊണ്ട് പറയുക, വലിയ തമ്പുരാട്ടിയുടെയും മോടേയും കൊച്ചുമോടേയും ആ സംഗമം ഉണ്ടല്ലോ, അത് വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്ത് പ്രതാപനെ കാണിക്കണം. ഋതിക പതുക്കെ അങ്ങോട്ട് ചെന്നിട്ട് ആ റൂമിനകത്തോട്ട് അമ്മയെ തള്ളിയിട്ടിട്ട് ഋതികയെ അങ്ങ് പൂട്ടി. എടി എന്തവാടി നീ കാണിക്കുന്നത്, എടി തുറക്കാനാ, എടി തുറക്കടി, എന്ത് വേലയാടി നീ കാണിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ അമ്പയ വിളിച്ചു കൂവുകയാണ്. ഋതിക പറയാ, ഞങ്ങൾക്കിട്ട് വേല വെക്കാനല്ലേ നിങ്ങൾ വന്നത്, തൽക്കാലം നിങ്ങൾ ഇതിനകത്ത് കിടക്കി. എടി വാതിൽ തുറക്കാൻ. ഇല്ല വേണ്ട, എടി വാതിൽ തുറക്കാൻ. ആര് വിളിച്ചാലും കേൾക്കത്തില്ല, അതിനുള്ള പണി ഇപ്പം ഞാൻ തരാം. എന്നിട്ട് ഋതിക ആ റൂമിലിരിക്കുന്ന സൗണ്ട് ബോക്സ്, ഭക്തിഗാനം പാടുന്ന ആ സൗണ്ട് ബോക്സിന്റെ സൗണ്ട് അങ്ങ് കൂട്ടി. ആ ശബ്ദത്തിൽ അംബികയെ അവിടെ കിടന്ന് അലറി വിളിച്ചാലും ആരും കേൾക്കില്ല. പെട്ടെന്ന് അംബിക ദീപക്കിനെ ഫോൺ ചെയ്ത് വിളിക്കുക. എടാ, ഞാനിവിടെ അമ്പലത്തിലെ റൂമിനകത്ത് പെട്ടിരിക്കുക. അമ്മ എന്തോ പറയുന്നത്, എടാ നീ ഒന്ന് വേഗം വാടാ. അമ്മ എന്തു അമ്മേ പറയുന്നത്, അവിടുത്തെ പാട്ട് മാത്രമേ കേൾക്കുന്നുള്ളൂ. എടാ ഞാൻ പറയുന്നേ ഒന്ന് കേൾക്കടാ. ഈ അമ്മ എന്തുവാ പറയുന്നേ, ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്നും പറഞ്ഞ് ദീപക്ക് ഫോൺ കട്ടിയാണ്. എടാ മോനെ ദീപക്കെ എന്നും വിളിച്ച് അംബിക ഫോൺ നോക്കിയിരിക്കുക. ദീപക്ക് എന്നിട്ട് പറയാ, ഇവർക്ക് ആ ബഹളത്തിൽ നിന്ന് അങ്ങോട്ടൊന്ന് മാറി നിന്ന് സംസാരിക്കാൻ വയ്യ, നാശം പിടിക്കാനുണ്ടായിട്ട്. പത്മാവതിയാണെങ്കിൽ അമ്മയെ കാണാനുള്ള ആഗ്രഹത്തിൽ ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ സരസ്വതി അമ്മയും ഋതികയും കൂടെ അങ്ങോട്ട് വരുവാണ്. അമ്മേ എന്ന് വിളിച്ചോണ്ട് പത്മാവതി ഓടിച്ചത് സരസ്വതി അമ്മയെ കെട്ടിപ്പിടിക്കുവാണ്. വളരെ നാളുകൾക്ക് ശേഷം കണ്ടുമുട്ടിയ അമ്മയുടെ മകളുടെ സ്നേഹം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. സരസ്വതി അമ്മ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പത്മയോട് ചോദിക്കുന്നു, എങ്കിലും 24 കൊല്ലം എന്നെ മറന്ന് ജീവിച്ചു കളഞ്ഞല്ലോ മോളെ നീ. ഒരിക്കൽ പോലും നിനക്ക് നിന്റെ അമ്മയെ കാണണമെന്ന് തോന്നിയില്ലേ? എങ്ങനെ നിനക്കിങ്ങനെ ജീവിക്കാൻ പറ്റി മോളെ? അതോ ഇനി രജിസ്റ്റർ മാരേജ് കഴിഞ്ഞ് മോള് വന്നപ്പോൾ അമ്മ തോക്കെടുത്തതിൻ്റെ വാശിയിലായിരുന്നോ? അല്ലമ്മേ, ഒരിക്കലും അല്ല. അതൊക്കെ എൻ്റെ അമ്മ മറക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. എൻ്റെ മോള് പല സ്ഥലങ്ങളിൽ മാറി മാറി ജീവിക്കുമായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞു. എനിക്ക് നിന്നെ കണ്ടുപിടിക്കാൻ പ്രയാസമായിരുന്നു, പക്ഷേ നിനക്ക് എന്നെ കണ്ടുപിടിക്കാൻ എളുപ്പമായിരുന്നില്ലേ മോളെ? ഹൃദയം പൊട്ടുന്ന വേദനയോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പത്മാവതി പറയുക, ഞാൻ അങ്ങനെയൊക്കെ ആയിപ്പോയമ്മേ, എൻ്റെ അമ്മ എന്നോട് ക്ഷമിക്കണം. എൻ്റെ മോളെ, നിന്റെ ജീവിതം ഇങ്ങനെ കൊണ്ടുപോയി തകർക്കാനായിരുന്നോ ഞാൻ നിന്നെ വളർത്തിയത്? രണ്ടാമതൊരു കുട്ടിയെ കൂടി ഞാൻ പ്രസവിക്കാതിരുന്നത് എന്താണെന്നറിയാവോ? നിനക്ക് തരുന്ന സ്നേഹം കുറയരുതല്ലോ എന്ന് കരുതിയാ. ആ എൻ്റെ മോടെ ജീവിതം ഇങ്ങനെ ആയല്ലോ. ഇപ്പോഴെനിക്ക് ആ പ്രതാപനോട് ദേഷ്യം തോന്നുക. എൻ്റെ മോടെ ജീവിതം എറിഞ്ഞ് തകർത്തല്ലോ. കരഞ്ഞുകൊണ്ട് പത്മാവതി പറയുക, പ്രതാപേട്ടൻ നിരപരാധിയാണമ്മേ. എന്ത് നിരപരാധി? കല്യാണം കഴിച്ച് കൂടെ കൊണ്ടുവന്ന പെണ്ണിനെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്ന് കരുതി അവിശ്വസിക്കുകയാണോ ചെയ്യേണ്ടത്? മറ്റെല്ലാ സൗഭാഗ്യങ്ങളും ഉപേക്ഷിച്ച് കൂടെ വന്ന പെണ്ണിനെ ചളുങ്ങിയ തകരപാത്രം പോലെ എറിഞ്ഞു കളയുകയാണോ വേണ്ടത്? പെറ്റ തള്ള ഇതെങ്ങനെ സഹിക്കും? നിന്റെ ഈ ജീവിതം കാണുമ്പോൾ എൻ്റെ ചങ്ക് പൊട്ടുവാ മോളെ. ഇതെല്ലാം കണ്ട് ഋതികയോടെ നിന്ന് പൊട്ടിക്കരയുവാണ്. ഒരു രാജകുമാരിയെ പോലെ ജീവിക്കേണ്ട നീയാ ഇന്നൊരു പിച്ചക്കാരിയെ പോലെ ജീവിക്കുന്നത്. എൻ്റെ മോളെ, നീ ഒരിക്കലും തോറ്റുപോയെന്ന് കരുതരുത്. തോറ്റുപോയവരാരും തന്നെ ജയിക്കാൻ അറിയാൻ പാടില്ലാത്തവരല്ല, ചതിക്കാൻ അറിയാത്തവരാ. കഴിഞ്ഞതെല്ലാം ഒരു പാഠമാക്കി എടുത്ത് തോൽപ്പിച്ചവരെയൊക്കെ നോക്കി ചിരിച്ചോണ്ട് നീ നിന്റെ കൊട്ടാരത്തിൽ വന്ന് ജീവിക്കണം. നിന്നെ പരാജയപ്പെടുത്തിയവർ നിന്റെ വിജയം കണ്ട് നാണം കടണം. അല്ലാതെ എൻ്റെ മോളെ നീ പേടിച്ചോടുകയല്ല വേണ്ടത്. ഓടുന്നവരൊക്കെ ഓടിക്കൊണ്ടേയിരിക്കും ജീവിത അവസാനം വരെ. അമ്മയെ കണ്ട സന്തോഷവും സങ്കടവും എല്ലാം കൊണ്ട് പത്മാവതി പറയാം, എൻ്റെ അമ്മ ഇങ്ങോട്ട് വാ. ഉടനെ ഋതിക പറയാം, നിക്ക് നമുക്കൊരു സെൽഫി എടുക്കാം. അങ്ങനെ ഋതിക സെൽഫി എടുക്കുവാണ്. എൻ്റെ അമ്മാമ്മയൊന്ന് ചിരിച്ച് അമ്മയും മോളും കൊച്ചുമോളും അങ്ങനെ സെൽഫിയൊക്കെ എടുക്കുവാണ് ഋതിക. കണ്ടോ അമ്മാമ്മേ, 3 ജനറേഷൻ. പത്മാവതിയോട് സരസ്വതി അമ്മ പറയുന്നു, എൻ്റെ മോൾ ഇനി ഇവിടെ എങ്ങും താമസിക്കണ്ട, സൂര്യമംഗലത്ത് താമസിച്ചാൽ മതി. അമ്മയും മോളും കൊച്ചുമോളും പിന്നെ കൊച്ചുമകനായ രാജുവും.
ഋതിക പത്മാവതിയോട് പറയാം, അച്ഛൻ വരുവമ്മേ, അച്ഛൻ്റെ തെറ്റിദ്ധാരണകളൊക്കെ മാറും, അല്ലെങ്കിൽ ഞാനും എൻ്റെ രാജ്യവും കൂടെ അതൊക്കെ മാറ്റും. അങ്ങനെ എൻ്റെ അമ്മയും എൻ്റെ അച്ഛനും കൂടെ ഒരുമിച്ച് ജീവിക്കും. അതൊന്നും ഇനി നടക്കില്ല മോളെ. ആ ചാപ്റ്റർ ഞാനങ്ങ് ക്ലോസ് ചെയ്തു. അതെന്താ പത്മാവതി അങ്ങനെ പറയുന്നതെന്ന് നോക്കി ഋതികയും സരസ്വതിയമ്മ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക. ആ സമയത്ത് ഋതികയുടെ ഫോണിലോട്ട് രാജു വിളിക്കുന്നു. രാജു ആണല്ലോ വിളിക്കുന്നത്. ഋതു എവിടെയാ? അത് രാജു, ഞാൻ അമ്മാമ്മയോടൊപ്പം അമ്മയെ കാണാൻ വന്നിരിക്കുവാ തിരുവല്ലത്ത്. അത് ഋതു, ഒരു പ്രത്യേക കാര്യം പറയാനാണ് ഞാൻ വിളിച്ചത്. എന്താ രാജു? അന്ന് വർമ്മ സാറിനുണ്ടായ ലോറി അപകടത്തിൽ ഒരു അനന്തംപിള്ളയാണെന്ന് അന്ന് ഞാൻ പറഞ്ഞത് ഋതുവിന് ഓർമ്മയുണ്ടോ? ആ, രാജു പറഞ്ഞത് ഓർമ്മയുണ്ട്. എന്നാലേ അയാളിപ്പോൾ വർമ്മ സാറിൻ്റെ ഓഫീസിലൊക്കെ വരുന്നുണ്ടെന്ന് എനിക്കൊരു രഹസ്യ ഇൻഫർമേഷൻ കിട്ടിയത്. അയാൾ വരുന്നത് വർമ്മ സാറിനോട് കോരിക്കാൻ വേണ്ടി തന്നെ. ഋതിക, വർമ്മ സാറിൻ്റെ ഓഫീസിലോട്ടൊന്ന് വരാവോ? ആ, വരാൻ രാജു. എന്നാൽ വേഗം വന്നേക്കണം. അമ്മാമ്മയെ രാജു ഇപ്പോൾ വിളിച്ചത്. എനിക്ക് അർജൻറ്റായിട്ട് ഒരിടം വരെ പോകണം. എവിടെയാ മോളെ? അത് ഞാൻ പിന്നെ പറയാം. ഞാനൊരു ഓട്ടോറിക്ഷ വിളിച്ച് പോയിക്കോളാം. അമ്മാമ്മ കാർ എടുത്തോ കേട്ടോ. സരസ്വതിയമ്മ പറയാ, വേണ്ട, നീ ഓട്ടോയിലൊന്നും പോകണ്ട, നീ കാർ എടുത്തോ. അപ്പോൾ പത്മാവതിയും പറയുന്നുണ്ട്, മോള് കാർ എടുത്തോ, അമ്മയെ ഞാൻ വേറൊരു കാറിൽ വിടാം. എന്നാൽ ശരി, ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് ഋതിക അവിടെ നിന്ന് പോവുകയാണ്. പ്രതാപൻ്റെ ഓഫീസിൽ ഒരാൾ പ്രതാപനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പഴയ പാർട്ടി സെക്രട്ടറി അനന്തംപിള്ള തിരിച്ചു വന്നതോടുകൂടി അന്തരീക്ഷമൊക്കെ ആകെ ഒന്ന് പ്രശ്നമായിരിക്കുവാണ്. ഇപ്പോഴാണെങ്കിൽ വല്ലാത്ത ഒരു പ്രതിസന്ധിയിൽ കൂടെയാണ് നമ്മുടെ പാർട്ടി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. പാർട്ടി ഇപ്പോൾ അവരുടെ പിടിയിലാണ്. അതുകൊണ്ട് വർമ്മ കരുതലോടെ നിന്നാൽ മാത്രമേ രക്ഷയുള്ളൂ. അതൊക്കെ കേട്ടിട്ട് പ്രതാപം പറയാ, ഏതായാലും അവനെയും അവൻ വിലക്കെടുത്ത് വാങ്ങിയവരുടെയും കൽപ്പനയ്ക്കനുസരിച്ച് നീങ്ങാനൊന്നും എന്നെ കിട്ടില്ല. നമ്മുടെ പ്രസ്ഥാനത്തിന് ചില ആദർശങ്ങളില്ലേ, നിയമങ്ങളില്ലേ. അനന്തംപിള്ളയ്ക്കും കൂട്ടർക്കും അഴിമതി നടത്തി കാശുണ്ടാക്കാനുള്ളതല്ല ഈ പ്രസ്ഥാനം. എല്ലാ കാലത്തും ഇതുപോലെയുള്ള പ്രതിസന്ധികളെയൊക്കെ നമ്മൾ നേരിട്ടിട്ടില്ലേ പ്രതാപ? നിങ്ങളൊന്ന് ഉറച്ചു നിന്നാൽ മതി, ഏത് കൊടുങ്കാറ്റും മാറിപ്പോയിക്കോളും. ഞാൻ ഉറച്ചു തന്നെയാണ് നിൽക്കുന്നത്. ഗോപിയേട്ടൻ എന്നോടൊപ്പം നിന്നാൽ മാത്രം മതി. ഞാനെന്നും എക്കാലത്തും നിങ്ങളോടൊപ്പം തന്നെയല്ലേ, അതിനെന്താ സംശയം? അപ്പോൾ രാജു അങ്ങോട്ട് വരുന്നുണ്ട്. സാറേ, ആ അനന്തംപിള്ള ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് എനിക്കൊരു റിപ്പോർട്ട് കിട്ടി. അതിനെന്താ, വരട്ടെ. അതല്ല സാർ ഞാൻ പറയുന്നത്, അയാളുമായിട്ട് സാറ് വഴക്കൊന്നും ഉണ്ടാക്കരുത്. അയാൾ വരുന്നത് തന്നെ മനഃപൂർവ്വം വഴക്കുണ്ടാക്കി അത് മീഡിയക്കാരെ കാണിക്കാൻ വേണ്ടി മാത്രമാണ്. അയാൾ സാറിനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന പോലൊക്കെ സംസാരിക്കും. സാർ കഴിയുന്നതും പ്രകോപിതനാകരുത്. അയാളുടെ ലക്ഷ്യം വേറെയാണ് സാർ. എന്ത് ലക്ഷ്യമാണ് രാജു? സാർ എങ്ങനെയെങ്കിലും അയാളോട് ചൂടാകണം. സാറ് നിയന്ത്രണം വിട്ട് അയാളെ തല്ലാൻ ഒരുങ്ങണം. അതെന്നിട്ട് മീഡിയയിൽ വരണം. അയാൾ മീഡിയാസിനെയൊക്കെ അറിയിച്ചിട്ടാണ് വരുന്നത്. അപ്പോഴാ ഗോപി സാറ് പറയുന്നുണ്ട്, എങ്കിൽ വർമ്മ നിയന്ത്രണം പാലിക്കണം, കഴിവതും മിണ്ടാതിരിക്കണം. അങ്ങനെ ഒരു കാറിൽ അനന്തംപിള്ള അങ്ങോട്ട് വന്നിട്ടുണ്ട്. കുറേ സിംഗടികളൊക്കെ നമസ്കാരം പറഞ്ഞുകൊണ്ട് ഓടി ചെല്ലുന്നുമുണ്ട്. അനന്തംപിള്ള സാറിനെ ഞങ്ങളങ്ങനെ മറക്കുമോ എന്നൊക്കെ പറയുന്നുണ്ട് ചിലർ. ഞങ്ങളുടെ നേതാവല്ലേ അനന്തംപിള്ള സാറ്, ഞങ്ങൾക്കങ്ങനെ മറക്കാൻ പറ്റുമോ? പെട്ടെന്ന് അനന്തംപിള്ള തൊഴുതോണ്ട്, അയ്യോ ഞാൻ നേതാവൊന്നും അല്ലേ, നേതാവാകാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടുമില്ല. അതെന്താ സാറേ അങ്ങനെ പറയുന്നത്? സാറ് പണ്ട് ഞങ്ങളുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്നില്ലേ? അതൊക്കെ അന്നല്ലേ. ഇന്ന് ഞാനൊരു എളിയ പ്രവർത്തകൻ മാത്രമാണ്. വളരെ താഴേക്കിടയിൽ നിന്ന് പ്രവർത്തിച്ച് തുടങ്ങാനാ എനിക്കിഷ്ടം. സാറ് തിരികെ വന്നത് പാർട്ടിയിൽ സജീവമാകാനും ഉന്നത സ്ഥാനത്തെത്താനുമാണെന്നാണ് ഞങ്ങൾ കരുതിയത്. ഇത് കേട്ടോ മണികണ്ഠ, പാർട്ടി നമ്മുടെ ജീവാത്മാവല്ലേ. എനിക്കെൻ്റെ ജീവശ്വാസം പോലെ വലുതാണ് എൻ്റെ പാർട്ടി. എന്ന് വെച്ച് ഞാനതിൽ സജീവമാകുന്നതേ MLA മന്ത്രിയോ ഒന്നും ആകാൻ വേണ്ടിയല്ല. എനിക്ക് സ്ഥാനമാനങ്ങളൊന്നും വേണ്ട. എവിടെയെങ്കിലും പ്രവർത്തിക്കണം. ബ്രാഞ്ചിൽ നിന്നായാൽ എന്താ കുഴപ്പം? സാറിപ്പോൾ വർമ്മ സാറിനെ കാണാൻ വന്നതാണോ? അതെ, അദ്ദേഹം ഇപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രിയൊക്കെ അല്ലേ. കാണാൻ എനിക്ക് അനുവാദമൊക്കെ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാനൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഞാൻ പ്രതാപനെ കണ്ടിട്ട് തിരികെ വരുമ്പോൾ നിങ്ങളെല്ലാവരും ഇവിടെ കാണണേ. എന്നാ വാ മണിക്കുട്ട എന്നും പറഞ്ഞ് അനന്തംപിള്ള വർമ്മ സാറിൻ്റെ ഓഫീസിലോട്ട് പോവുകയാണ്. വെളിയിൽ കൂടി നിന്നവല്ല ഒരുവൻ പറയാം, എന്തൊരു എളിമയായി സാറിന്. അപ്പോൾ വേറൊരാൾ പറയാം, എളിമയോ? അത് ഇവനോ? ഇവൻ ആട്ടിൻ തോലണിഞ്ഞ ചെന്നായല്ലേ, ഇതൊക്കെ ഇവൻ്റെ വേറെ ഒരു അഭിനയമല്ലേ. അങ്ങനെ അനന്തംപിള്ള നമസ്കാരം പ്രതാപവർമ്മ എന്നും പറഞ്ഞ് പ്രതാപൻ്റെ ഓഫീസിലോട്ട് കടക്കുവാണ്. നമസ്കാരം അനന്തംപിള്ളേ, വരൂ എന്ന് പ്രതാപനും പറയുന്നുണ്ട്. ആഹാ, ഗോപിയേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നോ? സന്തോഷമായി ഗോപിയേട്ട എന്നും പറഞ്ഞാണ് അനന്തംപിള്ള അവിടെ ഇരിക്കുന്നത്. നമ്മളൊക്കെ എത്രയോ കാലം മുമ്പ് കണ്ടതല്ലേ അനന്തംപിള്ളേ? അതെ അതെ, എന്തെല്ലാം നല്ല ഓർമ്മകൾ ഗോപിയേട്ട.
ഇവരുടെ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ രാജുവും മണിക്കുട്ടനും തമ്മിൽ കണ്ണു കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. മണിക്കുട്ടൻ അവൻ്റെ ഷർട്ടിൻ്റെ പോക്കറ്റിലെ അവൻ്റെ മൊബൈൽ ക്യാമറ ഓൺ ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അത് രാജുവിനെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പ്രതാപ വർമ്മ അനന്തംപിള്ളയ്ക്ക് ചായ കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഷുഗർ ഇടാവല്ലോ, ഞാൻ ഷുഗറൊക്കെ കൺട്രോളിലാണ് വെച്ചിരിക്കുന്നത് എന്നിങ്ങനെ അനന്തനും പറയുന്നുണ്ട്. എന്നിട്ട് പ്രതാപൻ ചോദിക്കുന്നു, പിന്നെ ബിസിനസ്സൊക്കെ എങ്ങനെ പോകുന്നുണ്ട് അനന്തംപിള്ളേ? നന്നായി പോകുന്നുണ്ട് പ്രതാപ, അതൊക്കെ നോക്കുന്നത് എൻ്റെ മക്കളാ. എനിക്ക് 3 ആൺമക്കളല്ലേ ഉള്ളത്, അതുകൊണ്ട് ഞാൻ ആ വഴിയൊന്നും തിരിഞ്ഞു നോക്കാറേ ഇല്ല. രാജുവിനെ നോക്കിയിട്ട് മരുമോനും ഉണ്ടല്ലോ. അപ്പോൾ രാജു പറയാ, മരുമോൻ അങ്ങ് വീട്ടിലാ സാറേ, ഞാനിപ്പോൾ സാറിൻ്റെ PA. ഓ സോറി, അത് ഞാനങ്ങ് മറന്നുപോയി. പോക്കറ്റിൽ മൊബൈൽ ക്യാമറയൊക്കെ ഓൺ ചെയ്തുകൊണ്ട് ഒരുത്തനോടെ നിൽപ്പുണ്ട്. അപ്പോൾ പ്രതാപൻ അയാളെ കണ്ടിട്ട് ചോദിക്കുന്നു, അല്ല ഇയാളാരാ മനസ്സിലായില്ല. അപ്പോൾ അനന്തം പറയാം, ഇതാണ് ശ്രീഹരി, നമ്മുടെ പാർട്ടിയുടെ ഒരു അനുഭാവിയാണ്. അത് മാത്രമല്ല എനിക്ക് വളരെ വേണ്ടപ്പെട്ടവനുമാണ്. അപ്പോൾ അനന്തംപിള്ളയ്ക്ക് ചായ ഒരാൾ കൊണ്ടുവന്ന് കൊടുക്കുന്നു. അനന്തംപിള്ള എന്നിട്ട് ചോദിക്കുന്നു, അപ്പോഴും നിങ്ങൾക്കാർക്കും കോഫിയും ചായയൊന്നും വേണ്ടേ? ഞങ്ങളൊക്കെ 1-2 കോഫി കുടിച്ചിട്ടിരിക്കുക. എന്നിട്ട് അനന്തംപിള്ള ആ ചായ എടുത്ത് കുടിച്ചിട്ട് പറയുന്നു, നല്ല ഉഗ്രൻ ചായ. പ്രതാപൻ ഉടനെ ചോദിക്കുന്നു, പിന്നെ എന്താ അനന്തംപിള്ളയുടെ ഈ വരവിൻ്റെ ഉദ്ദേശം? പ്രത്യേകിച്ച് എന്തെങ്കിലും അജണ്ടയുണ്ടോ? അതൊന്നുമല്ല, എനിക്ക് മിസ്റ്റർ പ്രതാപവർമ്മയോട് ചില കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കണമെന്നുണ്ട്. അതുകൊണ്ടാണ് പ്രതാപവർമ്മയെ ഞാൻ വന്നത്. എന്തെങ്കിലും പേഴ്സണലാണോ? അതൊന്നുമല്ല. അതുകൊണ്ട് ഇവരിൽ ആരൊക്കെ ഇവിടെ നിന്നാലും എനിക്ക് ഒരു പ്രശ്നവും ഇല്ല. അതിനെന്താ? എന്താന്ന് വെച്ചാൽ അനന്തംപിള്ള ചോദിക്കേ. ഏറെക്കുറെ ഈ പ്രസ്താവനത്തിലേക്ക് നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് വന്നവരല്ലേ വർമ്മയും ഞാനും. അതിലെന്താ അനന്ത തർക്കം? അതെല്ലാവർക്കും ഒരുപോലെ അറിയാവുന്നതല്ലേ. അനന്തംപിള്ള MLA യും പാർട്ടി സെക്രട്ടറിയും ആയി, ഞാനാണെങ്കിൽ MLA യും മന്ത്രിയുമായി. ഒരേ പ്രത്യേക ശാസ്ത്രത്തിൽ വിശ്വസിച്ച് ജീവിക്കുന്ന 2 വ്യക്തികളാണ് ഞാനും പ്രതാപവർമ്മയും. പിന്നെ എന്തിനാണ് പ്രതാപവർമ്മയെ നിങ്ങൾക്ക് എന്നോട് ഇത്ര ഭയം? പ്രതാപൻ ചിരിച്ചോണ്ട് ചോദിക്കുന്നു, ഭയമോ? എനിക്കോ? എനിക്ക് ആരോടും ഒരു ഭയമില്ല. ഭയമെന്ന ഒരു വാക്ക് എൻ്റെ ജീവിത നിഘണ്ടുവിലേ ഇല്ല. പിന്നെ എന്തിനാണ് വർമ്മയ്ക്കുണ്ടായ ആക്സിഡന്റ്? എൻ്റെ ഗൂഢാലോചനയുടെ ഫലമാണ്, അത് ഞാൻ ഉണ്ടാക്കിയതാണെന്ന് നിങ്ങൾ എന്തിനാ പ്രതാപ പറഞ്ഞു നടക്കുന്നത്? അത് പാർട്ടി പ്രവർത്തകരുടെ സിമ്പതി വാങ്ങാനുള്ള ഒരു ശ്രമമല്ലേ പ്രതാപ? പ്രതാപൻ ചിരിച്ചോണ്ട് പറയാം, എനിക്ക് ആരുടെ ഒരു സിമ്പതിയും വേണ്ട. നിങ്ങളെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. എനിക്കുണ്ടായ ആക്സിഡന്റ് നിങ്ങൾ ചെയ്യിപ്പിച്ചതാണെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. അപ്പോഴാ ആക്സിഡന്റിന്റെ പിന്നിൽ ഞാനല്ല എന്ന കാര്യം, ഞാനല്ല എന്ന് താങ്കൾ സമ്മതിക്കുന്നു അല്ലേ? പ്രതാപൻ വീണ്ടും ചിരിച്ചോണ്ട് പറയാ, അനന്തംപിള്ളേ, ഞാൻ ആരോപിച്ചിട്ടില്ലാത്ത കാര്യം ഞാൻ പിന്നെ എന്തിനാ തിരുത്തി പറയേണ്ടത്? എനിക്കൊരു ലോറി ആക്സിഡന്റ് ഉണ്ടായി, പക്ഷെ അത് അനന്തംപിള്ള ചെയ്യിപ്പിച്ചതാണെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. നീ എന്തിനാ പ്രതാപ എന്നെ ഇങ്ങനെ ഭയപ്പെടുന്നത്? അത് കേട്ട് രാജുവിന് ദേഷ്യം വന്നിട്ട്, നിങ്ങൾ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിൽ താൻ വിവരം അറിയും. അനന്തംപിള്ള പറയാ, ദേണ്ടേ PA ഉണ്ടല്ലോ, PAയുടെ കാര്യം മാത്രം നോക്കിയാൽ മതി, എന്നെ വിരട്ടാൻ വരണ്ട, പറഞ്ഞു കേട്ടല്ലോ. അപ്പോൾ രാജു പറയാം, അതെ, മിനിസ്റ്ററുടെ കാര്യം നോക്കാനാണോ PA, അല്ലാതെ ഇയാളുടെ കുമ്മാട്ടിക്കളി കാണാനല്ല. മനസ്സിലായോ തനിക്ക്? മൈൻഡ് യുവർ ലാംഗ്വേജ്. എടാ എന്ന് അലറിക്കൊണ്ട് അനന്തംപിള്ള ഡെസ്കയിൽ ഇങ്ങനെ കൈയടിക്കുവാണ്. ഉടനെ പ്രതാപൻ പറയുന്നു, രാജു അതൊന്നും വേണ്ട. ചിലരൊക്കെ അവരുടെ കൾച്ചറിനനുസരിച്ചല്ലേ സംസാരിക്കൂ. താനൊരു ജനപ്രതിനിധിയല്ലേ, അതുകൊണ്ട് ഞാൻ ക്ഷമിച്ചേക്കാം. ഞാൻ തിരിച്ചു വന്നതിലും പാർട്ടിയിൽ സജീവമാകുന്നതിലും നീ വല്ലാണ്ട് ഭയപ്പെടുന്നുണ്ട് അല്ലേ പ്രതാപ? പ്രതാപൻ ചിരിച്ചോണ്ട് പറയാം, എന്ത് കാര്യത്തിന്? പാർട്ടിയിൽ ഞാനും എന്നെ മാത്രം സ്നേഹിക്കുന്ന കുറെ ആൾക്കാരും മാത്രം മതിയോ? ഇതൊരു കടല, അതിലൊരു തുള്ളി പോലും അല്ല ഞാൻ. അനന്തംപിള്ളേ, താൻ ഏതാണ്ട് വലിയ ആളാണെന്നാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് തന്നെ ഞാൻ ഭയപ്പെടുന്ന മാതിരി തനിക്ക് തോന്നുന്നത്. അപ്പോഴവിടെ ഇരിക്കുന്ന ഗോപി സാറ് പറയുന്നത്, പ്രതാപവർമ്മയെ എനിക്ക് നന്നായിട്ടറിയാം, അയാൾ ആരെയും ഭയപ്പെടുന്ന ആളല്ല. ഉടനെ അനന്തംപിള്ള പറയാ, പ്ലീസ് ഗോപിയേട്ടാ, ഇത് ഞാനും വർമ്മയും തമ്മിലുള്ള പ്രശ്നമാണ്, നിങ്ങൾ വെറുതെ ഇതിലിടപെടണ്ട. പ്രതാപൻ ചോദിക്കുന്നു, പ്രശ്നമോ? എന്ത് പ്രശ്നം? എനിക്ക് തന്നോട് ഒരു പ്രശ്നവുമില്ല. ഉണ്ടടോ, തനിക്ക് എന്നോട് ഭയമാണ്. പ്രതാപൻ ചിരിച്ചോണ്ട് പറയാം, അത് ഭയമല്ലടോ അനന്ത, തന്നോടുള്ള അറപ്പും വെറുപ്പുവാ. എൻ്റെ പ്രസ്താവന അഴിമതിരഹിതമായിരിക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് പൊതുജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ആയിരിക്കണമെന്ന് ഞാൻ കരുതുന്നു. ഞങ്ങളൊക്കെ ഭരിക്കുന്നത് കട്ടുമുടിപ്പിക്കാനും സ്വത്ത് സമ്പാദിക്കാനും ഒന്നുമല്ല. അപ്പോൾ പുറത്തൊരു കാറ് വരുന്നുണ്ട്. പ്രതാപൻ പറയാ, ഇതൊരു കമ്മിറ്റ്മെൻറ്റാ, പൊതുജനങ്ങളോടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ്. അനന്തംപിള്ള ഉദ്ദേശിച്ച് വന്ന ഒന്നും അവിടെ നടക്കുന്നില്ല. അനന്തംപിള്ള വീണ്ടും ദേഷ്യത്തോടെ പറയാ, അപ്പോൾ ഞാൻ കട്ടുമുടിച്ചെന്നല്ലേ താൻ പറഞ്ഞുകൊണ്ട് വരുന്നത്? അത് കേട്ട് പ്രതാപൻ ചിരിക്കുവാണ്. അനന്തംപിള്ള വിചാരിച്ചുകൊണ്ട് വന്നത് ഒന്നും നടക്കുന്നില്ല. കാറിൽ നിന്ന് ഋതിക ഇറങ്ങി അങ്ങോട്ട് വരുന്നുണ്ട്.
അപ്പോൾ ഫ്രണ്ട്സ്, എന്തായിരിക്കും ഇനി അനന്തൻപിള്ളയും പ്രതാപനും തമ്മിൽ അവിടെ നടക്കുന്നത്? അംബിക അവിടുന്ന് എങ്ങനെ രക്ഷപ്പെട്ടു? എന്തായിരിക്കും അംബികയുടെ അടുത്ത തീരുമാനം? പത്മാവതിയും സരസ്വതി അമ്മയും ചേർന്ന് അംബികയ്ക്കെതിരെ ഇനി എന്തൊക്കെ നീക്കങ്ങൾ നടത്തും എന്നൊക്കെയുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. പനിയും മൂക്കടപ്പും ഒക്കെ ഉള്ളതുകൊണ്ട് എൻ്റെ സംഭാഷണം ഇന്ന് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, എന്നോട് ക്ഷമിക്കണം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻസും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.